ഹലോ എവ്രി വൺ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നോക്കാൻ പോകുന്നത് ഗോസിപ്പ്, നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ റീഡിംഗ് ഞാൻ എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോയിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ആൻഡ് ഹീലിംഗ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് വേണ്ട പ്രേക്ഷകർക്കും സെയിൽസ് ടീമിൻ്റെ നമ്പർ വേണ്ട പ്രേക്ഷകർക്കും വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് വാട്സപ്പ് നമ്പർ. അതുപോലെ തന്നെ മെസ്സേജ് മാത്രം ചെയ്യുക. എപ്പോൾ മെസ്സേജ് കാണുന്നു, സെയിൽസ് ടീം ആയാലും ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഓർ ഹീലിങ്സിന് വേണ്ടിയിട്ടായാലും നിങ്ങളെ മെസ്സേജിൻ്റെ റിപ്ലൈ നൽകുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ മെസ്സേജസ് വേണ്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ്, അവരിൽ നിന്ന് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള ചാനൽ മെസ്സേജസ് വേണം എന്നുണ്ടെങ്കിലും ഹീലിംഗ് ആൻഡ് പേഴ്സണൽ ടാരോ റീഡിംഗ് എന്ന് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സി. ഗ്രൂപ്പ് 1 ആണ് ഇൻറ്റ്യൂഷൻ. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് 2 ആണ് യൂണിവേഴ്സ്. ഓക്കെ, ഏത് ഗ്രൂപ്പാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു കാർഡ് എടുക്കുക. ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ടൈം സ്റ്റാമ്പ് വഴിയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ചിട്ട് ഉണ്ടാക്കുക, 1 and 2 ഷഫിൾ ചെയ്യുക, ഒരു ചിട്ട് എടുക്കുക. ഏത് ചിട്ടാണോ നിങ്ങൾക്ക് വരുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ഇൻറ്റ്യൂഷൻ എന്ന കാർഡാണ്. സോ ലെറ്റ് സി, എന്താണ് പ്രേക്ഷകരെ പറ്റിയിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ നാട്ടിലാകാം, വീട്ടിലാകാം, നിങ്ങളുടെ അയൽവക്കത്താകാം, നിങ്ങളുടെ ഓഫീസിലാകാം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ പറ്റി പറയുന്നതാകാം. സോ എന്താണ് ഗോസിപ്സ്? ഗ്രൂപ്പ് 1 പ്രേക്ഷകർക്ക് എന്താണ് ഗോസിപ്പ്? എന്താണ് അവർക്കെതിരെയുള്ള ഗോസിപ്പ്? ഗ്രൂപ്പ് 1 പ്രേക്ഷകർക്കെതിരെയുള്ള ഗോസിപ്പ്. 3 of Wands, the devil. ഓക്കെ, ഡെഫിനറ്റ്ലി ഏറെ ജലസിയുള്ള പ്രേക്ഷകരാണ് നിങ്ങൾ. ദാറ്റ് മീൻസ് നിങ്ങൾക്കെതിരെ ഒത്തിരി പേർക്ക് ജലസി ഉണ്ട്. ഓക്കെ, അവർക്കിഷ്ടമല്ല നിങ്ങളെ കാണുന്നത്. ചിലർ നിങ്ങൾ വളരെ ദേഷ്യക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ചിലർ പറയുന്നത് നിങ്ങൾ ഒത്തൻറ്റിക് അല്ല. ഓക്കെ, നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ചിലർ പറയുന്നത് നിങ്ങൾ വളരെ ഡാർക്ക് എനർജീസുമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ്, നിങ്ങൾ സിമ്പിൾ ഒരു ക്യാൻഡിൽ കത്തിച്ചോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വേറൊരു രീതിയിൽ, ദാറ്റ് ഈസ് ബ്ലാക്ക് മാജിക്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഏറെ താല്പര്യമുള്ള ഒരാളാണ് എന്നത് പറഞ്ഞ് നടക്കുന്നുണ്ട്. കാർഡ്സ് പറയുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ആ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല. പക്ഷേ ഇത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ നിങ്ങളെപ്പറ്റി പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അവരുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഓക്കെ, ചില ആൾക്കാർ പറയുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മറ്റാൾക്കാരുമായിട്ട് സഹകരിച്ച് ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് മാത്രമായിട്ട് വേണം. ഓക്കെ, എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് മാത്രമായിട്ട് വേണം. ദാറ്റ് മീൻസ് മറ്റൊരാൾക്ക് ഒരു സൗഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാറില്ല. ഓക്കെ, അതാണ് ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. ചില ആൾക്കാർ ഇതും പറയുന്നുണ്ട്, നിങ്ങൾ ഫയർ എനർജിയുമായിട്ട് ഏറെ വർക്ക് ചെയ്യുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങൾ ഏറെ ക്യാൻഡിൽ റിച്വൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് അവർക്ക് അറിയാമായിരിക്കാം. സോ അത് അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ ദൈവത്തിനെതിരെയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നടക്കുന്നത്. ആൻഡ് അവർ പറയുന്നത് നിങ്ങളുടെ നേട്ടങ്ങളുടെ കാരണവും അതുകൊണ്ടാണ്. ദാറ്റ് ഈസ്, നിങ്ങൾ അദൃശ്യ ശക്തികളെ യൂസ് ചെയ്താണ്, അവരുടെ സഹായം എടുത്തിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ചില ആൾക്കാർ ഇതും പറയുന്നുണ്ട് ദാറ്റ് നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വരുന്നുണ്ട്. ഓക്കെ,
ആൻഡ് അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ദാറ്റ് ഈസ് ആ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, മറ്റാൾക്കാർക്ക് പങ്കുവെക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നതും ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. എവിടെ ഒരു ഹിഡൻ എനർജി ഉണ്ട്. ദാറ്റ് ഈസ് ആയത് നിങ്ങളുടെ ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെപ്പറ്റി അധികം അറിയില്ല. ഓക്കെ, ആയത് അവർക്കറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. മൈറ്റ് ബി നിങ്ങൾ ഒരു 9 to 5 ജോബ് ഉണ്ട് നിങ്ങൾക്ക്, അത് മാത്രം ആൾക്കാർക്ക് അറിയാമായിരിക്കാം. നിങ്ങൾക്ക് അത് കൂടാതെയുള്ള സൈഡ് ഹസൽ, സൈഡ് ബിസിനസ് ആകാം, അല്ലെങ്കിൽ വേറെ പാർട്ട് ടൈം ജോബ് ആകാം, അതുള്ളത് അവർക്കറിയില്ല. സോ ഇവർ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് അവർക്കും അറിയില്ല. എന്നാൽ ആ ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പേടിയാണ്. ഓക്കെ, റീസൺ പറയും. അവരുടെ ധാരണയിൽ നിങ്ങളുടെ മുമ്പിൽ അവർ വന്നാൽ നിങ്ങൾക്ക് അവരെ നല്ല പോലെ അറിയാൻ കഴിയും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കാർഡ്. ഓക്കെ, ദാറ്റ് ഈസ് അവർ വന്ന് നിന്നാൽ അവരെന്താണ് ആലോചിക്കുന്നത്, അവരെന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത്, അവർ എന്താഗ്രഹിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് കണ്ണടച്ച് നിങ്ങൾക്ക് മനസ്സിലാകും അവരെന്താണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വരാൻ അവർക്ക് പേടിയാണ്. ഓക്കെ, 8 of Pentacles നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, സോ ചില മെമ്പേഴ്സിന് നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ ഇത്രയും അധ്വാനം ചെയ്യുന്നത് അത് അവർക്ക് കാണുന്നുണ്ട് ആൻഡ് അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് യെസ്, അംഗീകരിക്കുന്നുണ്ട്. ദാറ്റ് നിങ്ങൾ ഒത്തിരി അധ്വാനിയാണ്, വളരെയധികം അധ്വാനിയാണ്. 9 of Pentacles. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ വളരെയധികം സാമ്പത്തികത്തിലായാലും സൗന്ദര്യത്തിലായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. ഓക്കെ, നിങ്ങൾക്കേറെ അനുഗ്രഹങ്ങളുണ്ട്. ഈ വീഡിയോ കാണുന്ന ചില പ്രേക്ഷകർക്ക് ആനിമൽസ്, ഓക്കെ, മൃഗങ്ങൾ, പക്ഷികളുമായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മൃഗങ്ങളും പക്ഷികളുടെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതും ചില ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് യെസ്, നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ചില പ്രേക്ഷകരുടെ വീടുകളിലാകാം അല്ലെങ്കിൽ ഓഫീസ് ഏരിയയിലാകാം ഏറെ പൂക്കൾ. ഓക്കെ, ദാറ്റ് ഈസ് കളർ. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏറെ കളേഴ്സ് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡൻ, നിങ്ങളുടെ പൂന്തോട്ടമുണ്ട് നിങ്ങൾക്ക്, ആൻഡ് അത് വളരെ ഭംഗിക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു രാജ്ഞിയുടെ ഒരു അനുഭവമാണ് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത്. സോ മിക്സ് ആക്ഷൻസ് ആണ്. ഓക്കെ, ചില ആൾക്കാർ വളരെ ജലസ് ആണ്, എന്നാൽ ചില ആൾക്കാർ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻസ്. ചില ആൾക്കാർക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് നിങ്ങൾ മറ്റ് ആൾക്കാരുടെ ഫീലിങ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് നോക്കി അത് പറയും. ഓക്കെ, നിങ്ങൾ അതിനെ വേറൊരു രീതിയിലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണറായിട്ട് അവതരിപ്പിക്കാൻ നിൽക്കില്ല, നിങ്ങൾ നേരെ പറയും. അത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, മൈറ്റ് ബി അവർക്കത് കാണാൻ ഇഷ്ടമല്ല. ഓക്കെ, അത് ആ ഒരു രീതിയിൽ കേൾക്കാൻ ഇഷ്ടമല്ലായിരിക്കാം. ഡെത്ത് കാർഡ്. സോ ഡെഫിനറ്റ്ലി ചില ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ, ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്തോ നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നതൊരു അറിവുണ്ട്, പക്ഷെ എന്തെന്ന് അവർക്കറിയില്ല. ഓക്കെ, സോ ഈവൻ തോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം സെൽഫിൽ നിൽക്കുന്ന ഒരാളാണ്. ദാറ്റ് ഈസ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു ജീവിതം നിങ്ങൾ നയിച്ചു പോകുന്ന ഒരാളാണ്. ഓക്കെ, ആൻഡ് ചില ആൾക്കാർക്ക് അത് വളരെ വളരെ സർപ്രൈസിങ് ആണ്. ഓക്കെ, അതിന് വാക്ക് എനിക്ക് മലയാളത്തിൽ കിട്ടുന്നില്ല. സർപ്രൈസിങ് ആണ്.
എങ്ങനെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളെ നേരിട്ടിട്ടും ഈ ഒരു രീതിയിൽ നല്ല ഭംഗിക്ക് നല്ല ഊർജത്തോടെ ജീവിതത്തെ നേരിടാൻ പറ്റുന്നു എന്നത് വളരെ സർപ്രൈസിങ് ആണ്. ഓക്കെ, ഒരു ചൊല്ലുണ്ട്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, സോ ആ ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ. ഓൾറൈറ്റ്, ഓസം. ഓക്കെ, എന്താണ് ഗോസിപ്പ് ഗ്രൂപ്പ് 1? ഗ്രൂപ്പ് 1-നെതിരെ എന്ത് ഗോസിപ്പാണ് പ്രേക്ഷകർ പറയുന്നത്? ദ എംപറർ. യാ, ഏത് കാര്യവും നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവുണ്ട് ആൻഡ് നിങ്ങൾക്ക് പേടിയും ഇല്ല. ദാറ്റ് ഈസ്, ചില ആൾക്കാർക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നോട്ടെ നിങ്ങൾ തകരാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു കാര്യത്തെ വിജയിച്ചെടുക്കും എന്നത് തന്നെയാണ് അവരുടെ വിശ്വാസം. ഓസം. സോ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, മിക്സ് അഭിപ്രായങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ. ടെമ്പറൻസ്, ബാലൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ദാറ്റ് മീൻസ് ലൈഫിൽ എത്ര സിറ്റുവേഷൻ വന്നോ, എന്ത് ബുദ്ധിമുട്ട് വന്നോ, എന്ത് നല്ലത് വന്നോ, എന്ത് ചീത്തത് വന്നോ, നിങ്ങൾ ഒരേപോലെയാണ്. ഓക്കെ, ചില ആൾക്കാർ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ ഒത്തിരി സന്തോഷിക്കും. ഓക്കെ, 4 വീടുകളിൽ അറിയിക്കും എനിക്ക് ഈ സന്തോഷമുണ്ട്. വളരെ ആഘോഷമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു വേർഡുണ്ട്, കൊട്ടി ഘോഷിക്കുക. ദാറ്റ് ഈസ്, യെസ് ഞങ്ങൾക്കിത് ലഭിച്ചു, ഇതാണ് ഞങ്ങളുടെ കഴിവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഓക്കെ, ചില ആൾക്കാർ ബുദ്ധിമുട്ട് വന്നാൽ അതും കരഞ്ഞ് വിളിച്ച് നടക്കും. ഓക്കെ, ഓ എനിക്കിത് വന്നേ ഇത് വന്നേ. ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത് ബുദ്ധിമുട്ട് വളരെ ചെറുതായിരിക്കും, പക്ഷേ വളരെ യുനോ ആ ഒരു രീതിയിൽ നടക്കും. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി, അതായി ഇതായി. ബട്ട് ഇവിടെ നിങ്ങളെ പറ്റി പറയുന്ന ആൾക്കാർ ഇതും പറയുന്നുണ്ട്, ദാറ്റ് സന്തോഷം വന്നോ ദുഃഖം വന്നോ നിങ്ങൾ ഒരുപോലെയാണ്. ഓക്കെ, സന്തോഷം വന്നാലും നിങ്ങൾ അധികം സന്തോഷിക്കാറില്ല, നിങ്ങളൊരു മീഡിയത്തിൽ നിൽക്കും. ദുഃഖം വന്നാലും നിങ്ങൾ അധികം ദുഃഖിക്കില്ല, അതും നിങ്ങൾ മീഡിയത്തിൽ നിൽക്കും. ബിക്കോസ് നിങ്ങൾക്കറിയാം ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും ദുഃഖവുമാണ്. നിങ്ങൾക്കറിയാം ദാറ്റ് ദുഃഖം ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും, സന്തോഷം വരും. സന്തോഷമുണ്ടെങ്കിൽ ദുഃഖത്തിനും കാരണങ്ങൾ കാണും. ഓക്കെ, നിങ്ങൾ വളരെ ന്യൂട്രൽ ആയിട്ടാണ് പോകുന്നത് ആൻഡ് അത് നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ ഗ്ലോ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ നേച്ചറിനെ ഒന്നും കൂടി ആകർഷണീയമായി വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഓൾറൈറ്റ്. 5 of Swords. ഓക്കെ, നിങ്ങൾ പേടിക്കുന്ന കൂട്ടത്തിലല്ല. ഓക്കെ, നിങ്ങൾക്കെതിരെ പല ആൾക്കാർ നിന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടും. ആ ഒരു എനർജി നിങ്ങൾക്കുണ്ട്. മൈറ്റ് ബി നിങ്ങൾ ചില ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടാകാം, ബിക്കോസ് അവർ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾ അവർക്കെതിരെ നിന്നിട്ടുണ്ടാകാം. ഓക്കെ, സോ അത് ദാറ്റ് ഈസ് പല ആൾക്കാർക്കും അത് കാണാൻ പറ്റുന്നുണ്ട്. 10 of Cups. ചില ആൾക്കാരുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നല്ലൊരു കുടുംബം, നല്ലൊരു ജീവിതം, സമാധാനം, ഐശ്വര്യം, നല്ല ഒരു ഹെൽത്ത്, ഓക്കെ, എല്ലാം നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളുടേത്. ആസ് വെൽ ആസ് ചില ആൾക്കാരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ദൈവം വളരെയധികം തുണ ഏകുന്നു എന്നതാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഐ വിൽ ടേക്ക് വൺ മോർ കാർഡ്. One more card please. Okay, 8 of Cups. Okay, നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഇമോഷണൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇമോഷണലി വേദനകൾ നിങ്ങൾക്കേറെ ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, അതിൽ ദുഃഖം വളരെയധികം ഉണ്ട് എന്നത് ആൾക്കാർക്കറിയാം, പക്ഷെ എന്തെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതും അവർക്കറിയാം ദാറ്റ് എത്ര ദുഃഖം, ഞാൻ ഓൾറെഡി പറഞ്ഞു അത്, പക്ഷേ ഈ ദുഃഖത്തിൽ പോലും നിങ്ങൾ എണീറ്റ് നടക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ട് എന്നതുമാണ്
ആൾക്കാർ നിങ്ങളെപ്പറ്റി പറഞ്ഞു നടക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക. ഓക്കെ, അടുത്ത എന്ത് വീഡിയോ ആണ് കൊണ്ടുവരേണ്ടത്? ഐ നോ ചില മെമ്പേഴ്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ട്, ബട്ട് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നതാണ് ആൻഡ് 1 by 1 റിക്വസ്റ്റ് എല്ലാം കവറപ്പ് ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക. ആൻഡ് എന്താണ് സത്യം, ഓക്കെ, നിങ്ങൾക്ക് എന്ത് റെസനേറ്റ് ആകാൻ പറ്റി അതും എഴുതുക. ഓക്കെ, ആസ് വെൽ ആസ് ലൈക്ക് ചെയ്യുക, നേരെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ. താങ്ക് യു. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ, ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് യൂണിവേഴ്സ് എന്ന കാർഡ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് പ്രേക്ഷകരെ പറ്റിയിട്ട് ഗോസിപ്സ് ആൾക്കാർ പറയുന്നത്, എന്തഭിപ്രായമാണ് നിങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ കൊലീഗ്സ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ അയൽവക്കക്കാരാകാം, നിങ്ങളുടെ വീട്ടുകാരാകാം, ഓക്കെ, ആരുമാകാം. സോ ലെറ്റ്സ് സീ. Group 2, gossip about Group 2, please. Gossip about Group 2. ഓക്കെ, സി എന്ത് ഗോസിപ്പാണോ നിങ്ങളെ പറ്റി പറയുന്നത് അത് ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അറിയാൻ. ഓക്കെ, ഫസ്റ്റ് ഇസ് ദാറ്റ് പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ യൗവനത്തെ പറ്റിയിട്ടാണ് ആൾക്കാർ കൂടുതലും അഭിപ്രായങ്ങൾ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ എപ്പോഴും സന്തോഷത്തിലാണ്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ഐശ്വര്യമാണ്, നിങ്ങളുടെ ഐശ്വര്യം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ പ്രായം, ഓക്കെ, നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തിന് തുല്യമായിട്ട് ഉള്ള ഒരു ഫേസ് അല്ലായിരിക്കും നിങ്ങളുടേത്. ഓക്കെ, ബിക്കോസ് ചില ആൾക്കാർ 50 വയസ്സാണെങ്കിൽ പോലും അവരെ കാണുമ്പോൾ ചിലപ്പോൾ 20 അല്ലെങ്കിൽ 25 വയസ്സേ തോന്നാറുള്ളൂ. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, സോ അത് വളരെ വളരെ ആകർഷണീയമാണ് പല ആൾക്കാർക്കും. ഓക്കെ, അതുപോലെ തന്നെ ബ്യൂട്ടി, ഓക്കെ, നിങ്ങളുടെ ഫിസിക്കൽ ബ്യൂട്ടി വളരെ അട്രാക്റ്റീവ്നെസ് ആണ്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, വളരെ അട്രാക്റ്റീവ്നെസ് ആണ്. അതുപോലെ തന്നെ കാണുന്ന ആൾക്കാർക്കൊരു തോന്നലുണ്ട് ദാറ്റ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അതൊരു ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നെയ്ബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൊലീഗ് ആയിക്കോട്ടെ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരിയുടെ രൂപത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും എന്ന ഒരു ഗോസിപ്പ് ആണ്. സോ സ്റ്റാർട്ടിങ് വളരെ നല്ല ഗോസിപ്പാണ്, ഐ വിൽ സേ. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് കാർഡാണ് നിങ്ങൾ എടുത്തത്. സോ അത് പറയുന്നത് ദാറ്റ് ഈസ് എപ്പോഴും ദൈവത്തിൻ്റെ തുണ നിങ്ങൾക്കുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ കയ്യിലെത്തും എന്നതാണ്. ഓക്കെ, സോ പോസിറ്റീവ് ആണ് സ്റ്റാർട്ടിങ് ഫീഡ്ബാക്ക്. ഓക്കെ, എന്താണ് ഗ്രൂപ്പ് 2-ന് വേണ്ടിയിട്ടുള്ള ഗോസിപ്പ്? ഗ്രൂപ്പ് 2-ന് വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് 2-ക്കെതിരെ എന്ത് ഗോസിപ്പാണ് ആൾക്കാർ പറയുന്നത്? യു ടേക്ക് ടൈം എന്ന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും ഉടനടി ചെയ്യാറില്ല, വളരെയധികം ശ്രദ്ധിച്ച് സമയമെടുത്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതാണ് വരുന്നത്. നൈറ്റ് ഓഫ് സ്വോർഡ്, യെസ്, നിങ്ങൾ സമയമെടുത്താണ് ഒരു കാര്യം ചെയ്യുന്നത്, പക്ഷേ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതം ഒരു ഫോഗായിട്ടാണ് തോന്നുന്നത്. ഫോഗ് ഇൻ ദ സെൻസ് അവർക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്, പക്ഷെ ശരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അവർ ദൂരെ നിന്ന് നോക്കുന്നു എന്നതേ ഉള്ളൂ. അവർക്ക് ആഗ്രഹമുണ്ട് അതറിയാൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഈ കാർഡ് വരാൻ ആഗ്രഹിച്ചു. സോ ഐ ടേക്ക് ഇറ്റ്.
നയൻ ഓഫ് പെൻറ്റിക്കിൾസ്. സർവ്വസൗഭാഗ്യവതി, സർവ്വസൗഭാഗ്യവാൻ എന്നാണ് അവർ നിങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, സോ ഐ വുഡ് ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ, ബിക്കോസ് ഇതുവരെ ഒരു നെഗറ്റീവ് കാർഡും വന്നിട്ടില്ല. സോ വളരെ നല്ല രീതിയിൽ തന്നെ, ദാറ്റ് ഈസ് നിങ്ങളെ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഗോസിപ്പ് പറയുന്നത്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമാണ്. ഓക്കെ, സോ അങ്ങനത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ അഭിപ്രായമാണ് ആദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ പറ്റി നല്ലത് മാത്രം ആലോചിക്കുന്ന, നിങ്ങളെ പറ്റി നല്ലത് മാത്രം ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ആൻഡ് അവരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദാറ്റ്സ് നൈസ്. Gossip about or against group 2. 3 of, oh my goodness, either ഈ ഗ്രൂപ്പിൽ വന്ന പ്രേക്ഷകർ ഗ്രൂപ്പ് 1 കണ്ടിട്ട് വന്നതാണ്, ബിക്കോസ് ഗ്രൂപ്പ് 1ലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു ഇത്. സോ ചില പ്രേക്ഷകർക്ക് നിങ്ങൾ സത്യവാദി അല്ല. ഓക്കെ, ചില പ്രേക്ഷകർ ഇൻ ദ സെൻസ് ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഓക്കെ, നിങ്ങളെ അവർ കൂട്ടുപിടിച്ച് അവർക്ക് എപ്പോഴും തോൽവി ആയിരിക്കും. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങൾ ഏത് സമയത്തും അവരെ ഡിച്ച് ചെയ്യാം എന്നതാണ് അവർ പറഞ്ഞു നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഏത് സമയത്തും അവരുടെ ജീവിതത്തിൽ അവർക്ക് നന്മ വരാൻ, അവർക്ക് നേട്ടങ്ങൾ വരാൻ, ദാറ്റ് ഈസ് നിങ്ങൾക്ക് നേട്ടങ്ങൾ വരാൻ നിങ്ങൾ മറ്റാൾക്കാരെ ഏത് രീതിയിൽ ചതിക്കാൻ മടിക്കില്ല എന്നതാണ് ചില ആൾക്കാരുടെ അഭിപ്രായം. ആൻഡ് ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഓക്കെ, നിങ്ങൾക്കാരുമില്ല കൂടെ, നിങ്ങൾ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ജീവിതമേ ഒറ്റപ്പെട്ടതായിരിക്കും എന്ന് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത ചില ആൾക്കാരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, സോ ഐ വുഡ് ബിലീവ് ഏറെക്കുറെ പ്രേക്ഷകർ, ദാറ്റ് ഈസ് ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർക്ക് ഏറെക്കുറെ ആൾക്കാർക്ക് വളരെ പോസിറ്റീവ് മൈൻഡാണ് നിങ്ങളെപ്പറ്റി. ഓക്കെ, ചില ജലസി ആൾക്കാരുണ്ട് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ. 10 ഓഫ് പെൻറ്റിക്കിൾസ്. സോ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. സാമ്പത്തികമായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, നല്ല സമ്പത്തായിക്കോട്ടെ, ഐശ്വര്യമുള്ള ജീവിതമായിക്കോട്ടെ, മെറ്റീരിയൽ തിങ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിലേറെ ലഭിക്കുന്നു എന്നത് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഓക്കെ, ബട്ട് എനിക്ക് ഇവിടെ ഒരു നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല. എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈ കാർഡ് കണ്ടപ്പോൾ വന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളെപ്പറ്റി പോസിറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം അല്ലെങ്കിൽ അടുപ്പത്തിൽ അറിയാവുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. ദ ഹെർമിറ്റ്. നിങ്ങൾ അധികം ആൾക്കാരോട് സംസാരിക്കാറില്ല എന്നുള്ള അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരിൽ നിന്ന് അകന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എന്നത് ഒരു അഭിപ്രായമുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് അഭിപ്രായം ഇതുമുണ്ട്, ദാറ്റ് നിങ്ങൾ വളരെ നോളജബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, ആൻഡ് വളരെ വിവരമേറെയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നൊരു അഭിപ്രായമുള്ള ജനങ്ങളുമുണ്ട്. ക്വീൻ ഓഫ് കപ്സ്. വാവ്, നിങ്ങൾക്കൊപ്പം നിന്നാൽ, ഈ നിങ്ങൾ ആരുടെ ജീവിതത്തിൽ പോകുന്നു അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും, ബിക്കോസ് നിങ്ങൾ സന്തോഷം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന അഭിപ്രായം ആൾക്കാർക്കുണ്ട്. സോ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ ആരുടെ സ്പൗസാണോ, ആരുടെ ഭാര്യ അല്ലെങ്കിൽ ആരുടെ ഭർത്താവാണോ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം നിറയ്ക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് ഈ ജനങ്ങൾക്കുള്ളത്. ഓസം. ഓക്കെ, ആൻഡ് ചിലർക്ക് നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് വളരെ ഇഷ്ടമാണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ വളരെ ടിപ്പ് ടോപ്പ് ആയിട്ടാണ് നടക്കുന്നത്. 7 ഓഫ് സ്വോർഡ്. ഓക്കെ, ഇവിടെ ഒരു അഭിപ്രായമുണ്ട്, ദാറ്റ് നിങ്ങൾ വളരെ ക്യൂട്ടാണ്, വളരെ സ്വീറ്റാണ്, വളരെ നന്മയുള്ളവരാണ്. എന്നാൽ ചിലർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ രണ്ട് ഗ്രൂപ്പിനും, നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയുന്നവർക്കും നിങ്ങൾക്ക് വേണ്ടി ചീത്തത് പറയുന്നവർക്കും ഒരഭിപ്രായം കോമൺ ആണ്. അതാണ് ദാറ്റ് നിങ്ങളെ ചതിച്ചാൽ നിങ്ങൾ തിരിച്ചവർക്ക് ഉത്തരം നൽകാൻ മടിക്കില്ല.
ഓക്കെ. സോ ഈ ഒരു അഭിപ്രായമുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ മിണ്ടാതിരിക്കാം, പക്ഷെ അവർക്കുള്ള ഉത്തരം നിങ്ങൾ എന്നെങ്കിലും കൊടുക്കും എന്നത് വളരെ വ്യക്തമാക്കിയിരിക്കുന്നതാണ്. ദാറ്റ് ഈസ്, നിങ്ങളുടെ ബൗണ്ടറീസ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ. മൈറ്റ് ബി ചില ആൾക്കാർ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടാകാം, പക്ഷെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരെ അനുവദിച്ചിട്ടില്ലായിരിക്കാം. സോ സ്ട്രോങ് ബൗണ്ടറീസ് ഉള്ള മെമ്പേഴ്സാണ് ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർ. വെൽ ഡൺ. ഐ വുഡ് സേ ശരിയായ കാര്യം നിങ്ങൾ ശരിയായ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓൾറൈറ്റ്. വൺ മോർ കാർഡ്. സ്ട്രെങ്ത്. നിങ്ങൾ അൺബ്രേക്കബിൾ ആണ്. നിങ്ങളെ ആർക്കും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഒടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കരുത്തിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ധൈര്യത്തെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഊർജം, ദാറ്റ് ഈസ് നിങ്ങളുടെ കഴിവുകൾ, അത് മറ്റൊരാൾക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അവർക്ക് നിങ്ങളെ ജയിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ദൂരദൃഷ്ടി, ദാറ്റ് ഈസ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, അത് ഇനിയും എത്ര ആൾക്കാർ വിചാരിച്ചാലും ചിലപ്പോൾ അതിനകത്ത് ബ്ലോക്കേജസ് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ അവർക്ക് കഴിയില്ല. അത്രയ്ക്ക് പവർഫുൾ ആണ് നിങ്ങൾ. ഓക്കെ. അത്രയ്ക്ക് പവർഫുൾ ആണ്. ബിക്കോസ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, എനിക്കറിയില്ല ക്യാമറയിൽ നിങ്ങൾക്ക് എത്ര കാണാം എന്നുള്ളത്. ഇവിടെയുള്ള എനർജി ദൂരേന്ന് നോക്കുകയാണ്. ഓക്കെ. പക്ഷെ ആ എനർജിക്ക് അടുത്ത് വരാൻ പേടിയാണ്. ഓക്കെ. സോ മൈറ്റ് ബി നിങ്ങൾക്ക് ഈ തെറ്റായ അഭിപ്രായങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴും തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഇത് നടക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കില്ല. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾ തിരിഞ്ഞവരെ നോക്കിയാൽ അവരന്നേരം അവരുടെ ജീവൻ പോകും എന്നുള്ള രീതിയിലായിപ്പോവും. അവരുടെ ധൈര്യം അന്നേരവേ ചോർന്നു പോകും. അത്രയ്ക്ക് പവർഫുൾ ആണ് നിങ്ങൾ. ഹാൻഡ്സ് ഓഫ് ടു യു ഗൈസ്. ഹാൻഡ്സ് ഓഫ് ടു യു. ഓക്കെ. ബിക്കോസ് ഈ ഒരു എനർജി ഒരു വ്യക്തിയിൽ വരണമെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. അല്ലാതെ ഇത്രയും പവർഫുൾ ആരും ആകില്ല. ഓക്കെ. നിങ്ങളുടെ ആ പ്രസൻസ്, ഓക്കെ, നിങ്ങൾ ഒരിടത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പവർഫുൾനെസ്, നിങ്ങളുടെ ആ ധൈര്യം, നിങ്ങളുടെ ആ എനർജി മറ്റാൾക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ. ആൻഡ് അത് വെറുതെ കിട്ടുന്നതല്ല. ഏറെ വർഷങ്ങളുടെ പ്രയത്നങ്ങളും ഏറെ അനുഭവങ്ങൾ, അതും മോശമായ അനുഭവങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ട് കിട്ടുന്ന ഒരു ധൈര്യമാണത്. അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ ആവില്ല. ദാറ്റ്സ് സോ സ്ട്രോങ് മെസ്സേജ് ഫോർ യു. ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണ്. ഗ്രൂപ്പ് 2 എനിക്ക് വേറെ കാർഡ് എടുക്കാൻ തോന്നുന്നില്ല. സോ ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് ഹിയർ. ബിക്കോസ് ഇത്രയും ഞാൻ പറയാം, 100% ഒരു 85% ആൾക്കാർ നിങ്ങൾക്ക് പോസിറ്റീവാണ്. ഓക്കെ. അവർക്ക് നിങ്ങളെപ്പറ്റി പോസിറ്റീവ് അഭിപ്രായമാണ്. ബാക്കി ഒരു 10 to 15% അവർ അതിനകത്തുനിന്ന് ഒരു 5% ഉള്ളൂ പക്ക നിങ്ങൾക്കെതിരെ പറയുന്നത്. ദാറ്റ് ഈസ്, ഇല്ല ഇവർ ശരിയല്ല, അതല്ല ഇതല്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ബാക്കി വരുന്ന 10% ഉണ്ടല്ലോ. ഓക്കെ. ആ 10% ചിലപ്പോൾ നല്ല സൈഡ് പറയും, ചിലപ്പോൾ ചീത്ത സൈഡ് പറയും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ. സോ ഓവറോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ. സോ ദാറ്റ്സ് എ വണ്ടർഫുൾ ന്യൂസ്. ഈ ഒരു റീഡിംഗ് പ്രേക്ഷകർക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക. ഐ വുഡ് ലവ് ടു റീഡ്. ഈവൻ തോ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ബട്ടൺ റിപ്ലൈ അമർത്തുന്നില്ലെങ്കിലും ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. ആൻഡ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏറെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ ആണ് കൊണ്ടുവരേണ്ടത് എഴുതി അറിയിക്കുക. ഐ ഡെഫിനറ്റ്ലി പതുക്കെ എല്ലാവരുടെയും റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് all my subscribers for believing in me. Thank you so much. So see you in my next video. Bye.